മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. സുഖിയനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പയറ് വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 വിസിൽ വരുന്നത് വരെ പയർ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചതാണ്. അത് കഴിഞ്ഞ് എൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ പയർ പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനിയിലിട്ട് പയർ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തേങ്ങയിലും പയറിലും നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് കിട്ടണം. ഇനി ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഏലക്ക ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഏലക്ക മാത്രമാണ് പൊടിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പയർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ട് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്രയും കട്ടിയിൽ വേണം ഈ മാവ് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയർ തണുത്തപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുത്ത് വയ്ക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്ത് വെച്ചാൽ മതി. ഇതിനേക്കാൾ ചെറുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. എല്ലാം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ ഉരുളകളും ഈ ബാറ്ററിലിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഓരോന്നും ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച ഫില്ലിംഗ് ഒക്കെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തതായതുകൊണ്ട് ഒരുപാട് നേരം ഇത് നമ്മളിവിടെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇതിൻ്റെ പുറമേയുള്ള ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സുഖിയനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇനി സുഖിയൻ കഴിക്കണമെന്ന് തോന്നുമ്പോൾ കടയിൽ പോയിട്ട് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.